എൻ്റെ എനിക്ക് തരാൻ കാശൊന്നുമില്ല. പിന്നിപ്പോൾ നിന്റെ അളിയനോട് ചോദിക്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കാണ് പറഞ്ഞ പുള്ളി കാശ് തരുന്നില്ല. പിന്നെ അമ്മ നമുക്ക് വേണ്ടി ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരു കുറവും വരുത്തിയിട്ടില്ല. നീ നിന്റെ ഈ ബാംഗ്ലൂരുള്ള സ്റ്റാർട്ടപ്പ് ബിസിനസ് എന്നൊക്കെ പറയുന്ന ചുറ്റികളൊക്കെ വരുത്തി നാട്ടിലോട്ട് വാ. അളിയന്റെ കയ്യും കാലും പിടിച്ചിട്ടാണെങ്കിൽ ഞാൻ നിനക്കൊരു ജോലി വാങ്ങിത്തരാം. പൊന്നു കൂട്ടാൻ എന്നോട് ആ സാധനം ഏത് നേരം കുത്തിക്കൊണ്ടിരിക്കണ്ട, അത് ഓഫ് ചെയ്തൊക്കെ ഞാൻ പറഞ്ഞിട്ടല്ലേ പോയേ. ചോറായിരുന്നല്ലേ? ആയിരുന്നു. കഞ്ഞി കുടിക്കാം. അങ്ങോട്ട് മാറങ്ങട്. സഹായിക്കണ? സഹായിച്ചില്ലേലും ഉപദ്രവിക്കാണ്ടൊന്ന് പോയി തന്നാ മതി. സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്ന് വെച്ചൊന്ന് തുറക്കുവോ? ചെറിയ ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ലടാ. കുഴപ്പമില്ല, ഞാൻ നോക്കണം. ഇന്ന് നേരത്തെ ആണല്ലോ. എന്താടാ മോമല്ലാണ്ടിരിക്കുന്നത്? എന്താ പറയാത്ത? അതെ, ഒന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കും. മൊത്തത്തിലൊരു മാനത. പണി പോയടേ. ഒരു മാസം കൊണ്ട് വേറെ പണി നോക്കണം. പെർമനന്റ് സ്റ്റാഫ് അല്ലാത്തവരെയൊക്കെ പറഞ്ഞു വിടാൻ പോവാ. ഇങ്ങനെയാണ്. നീ ഒരു കാര്യം ചെയ്യും, നാളെ മുതൽ നീ എൻ്റെ കൂടെ കൂടിക്കും. കോളേജിൽ പോയി 4 ലക്ഷം പഠിക്കാം. അതിന് നീ കോളേജിൽ പോയിട്ട് വല്ലതും പഠിക്കണ്ട? നിനക്കൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതി. മനുഷ്യന് ജോലിയും പോയി, സമാധാനം പോയി, അതൊരു മനുഷ്യനത് തൊരിഞ്ഞിരിക്കുക. മനസ്സമാനം കിട്ടിയ ഒരു സാധനമുണ്ട്, എടുത്താലോ? ആവാം. തൂങ്ങിയല്ലോ. നീ പൊക്കോ, ഇട്ടേക്കാം. ആ കുട്ടാ, ആ മലിനോട് കൂടെ ഒന്ന് വിളിച്ചു ചോദിച്ചേക്ക്. ശരി. എന്തിട്ടിപ്പുണ്ടായേ? ഇതെന്താ സംഭവം? ഊഞ്ഞലൊക്കെ കെട്ടിട്ടുണ്ടല്ലോ. ഇവനെന്താ പറ്റിയേ? നീ ഇങ്ങ് വന്ന്. നീ എടാ കുട്ടാ, റൂമിലൊരു ആത്മഹത്യാശ്രമം നടന്നേക്കണേ. എന്നിട്ട് ഞാൻ ചത്തില്ലേ? എടാ, ഷാനു ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോ തൂങ്ങാറ് ഷോളും അമല അവിടെ ഇരിക്കണത് അവൻ കണ്ടേ. നിങ്ങളാരും ഒന്നും ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചില്ലടാ മോനെ.
നമുക്കേ ഇത് അടിച്ചുകൊണ്ട് ചോദിക്കാം. വാ. നമുക്ക് പോണ്ടേ? ഇവിടെ വന്നേ നീ. എടാ മോനെ അമ്മലെ ഇത് പിടിച്ചേ. എടാ നീ എന്തിനാ കരയുന്നേ? എടാ ഐശ്വര്യ, ഐശ്വര്യ എടാ ഐശ്വര്യല്ലേ? ഒരു ഐശ്വര്യമില്ല. അവള് പോയടാ. ലുക്ക് മിസ്റ്റർ അമൽ, ഒരു ജീവിതമാകുമ്പോൾ ക്ലേശകരവും ദുഃഖകരവും സ്വരച്ചേർച്ചയില്ലായ്മയായ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു വരാം. അതൊക്കെ നമ്മൾ തരണം ചെയ്യണം. അതാണ് വേണ്ടത്. മോട്ടിവേഷനാണ്. പോടാ മാറി. ആക്ച്വലി നിങ്ങൾക്കുള്ള പ്രശ്നം എന്തായിരുന്നടാ? എടാ അവളില്ലേ, അവളൊരു ഹിന്ദിക്കാരത്തെ ഇന്ത്യയുടെ കൂടെ ഓടിച്ചോടിയടാ. ഇത് ഞാൻ അറിഞ്ഞ അവളെ വിളിച്ച് അപ്പൊ അവള് പറയാ ഞാൻ ഭയങ്കര ടോക്സിക് ആണ്. അവക്കെന്റെ കൂടെ ഒരു ഹാപ്പിനെസ് കിട്ടില്ലാന്ന്. ഏതാടാ ഇന്ത്യക്കാരൻ തെണ്ടി? അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നൊരു തെണ്ടി. എടാ അമലേ, എന്തായാലും ജോലിയും കൂലിയുള്ള എത്തൻ്റെ കൂടെ അല്ലേ പോയെ, അല്ലാതെ നിന്നെ പോലെ അല്ലല്ലോ. ഒക്കെ ശരിയാണല്ലേ, പക്ഷെ പ്രതീക്ഷ വെക്കരുതായിരുന്നു നീ. എടാ എനിക്ക് മാത്രമേ പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മളെ കാണാൻ എന്താ രസമല്ലേ? ഒരുത്തന്റെ ജോലി പോയി, ഒരുത്തന്റെ പെണ്ണ് പോയി, ധരിക്കുന്ന വേറെ എന്താ മൂഞ്ചി ജീവിതമാണല്ലേ നമ്മളെ. എടാ നീ അങ്ങനെ പറയരുത്. ഈ പ്രശ്നങ്ങളെല്ലാവർക്കും ഉണ്ട്. നമുക്ക് മാത്രമുള്ളൂ വിചാരിക്കുന്നതാണ് യഥാർത്ഥ പ്രശ്നം. നമ്മളിപ്പോ ഈ കുടിക്കണ കള്ള് തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും താൽക്കാലത്തേക്ക് മറക്കാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ മാത്രമാണ്. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളതൊക്കെ നേരിടേണ്ടി വരും. അതൊക്കെ നേരിടാനുള്ളൊരു എന്താ പറയുക ധൈര്യം ഉണ്ടായാൽ മതി. പിന്നെ ഒരുത്തനും ഇങ്ങനെ കയറി തൂങ്ങാൻ നിൽക്കില്ല. പിന്നെ അമലേ, നിന്റെ പെണ്ണ് പോയ കാര്യം, നിന്റെയൊക്കെ ജീവിതം ഇനി കിടക്കാണ് മോനെ. ഒരാളും സന്തോഷം കിട്ടാത്തോട് നിൽക്കില്ലടാ. അതിപ്പോൾ ആരായാലും, ഞാനായാലും നീയായാലും. അവള് വന്ന പോലെ പോയി, അത്ര ഉള്ളൂടാ. നമുക്കൊക്കെ എല്ലാ പ്രശ്നങ്ങളും ഒരു ദിവസം ശരിയാവുന്നുള്ളൊരു ഹോപ്പിലല്ലടാ നമ്മൾ ഈ ജീവിക്കുന്നത്. ഒക്കെ ശരിയാവൂടാ, ഒക്കെ ശരിയാവും.